ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിനും കേരള ബാങ്കിൻ്റെ ക്ലർക്കിനും വേണ്ടിയിട്ട് ഞാൻ പഠിക്കുന്ന ഒരാളാണ്. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എഡ്യൂക്കോസ് ഇ ലേണിംഗ് ആപ്പിൻ്റെ ഒരു പുസ്തകം എനിക്ക് പരിചയപ്പെടാൻ ഇടയുണ്ടായി. എൻ്റെ ഒരു സുഹൃത്ത് വാങ്ങിച്ചപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, ഇതേപോലെ ഒരു പുസ്തകമുണ്ട്, അതിനകത്ത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാനും ഇതേപോലെ അത് വാങ്ങിക്കുകയുണ്ടായി. ആദ്യം എനിക്ക് നമ്മുടെ സീരീസ് 1 ആണ് കിട്ടിയത്. ഇതിനകത്തൊരു 30 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉള്ളത്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഇപ്പം PSC ചോദിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. അതിനകത്തൊരു OMR ഷീറ്റ് ഉൾപ്പെടെ നമ്മുടെ PSC തരുന്ന OMR പോലെ തന്നെ ഒരു OMR ഷീറ്റ് ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു പുസ്തകം എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാനിത് വർക്കൗട്ട് ചെയ്തൊക്കെ തുടങ്ങി. പക്ഷേ വളരെ ഒരു പ്രയാസം ഉള്ള ഒരു എക്സാമായിട്ട് തന്നെയാണ് എനിക്ക് ഇതിനകത്തൊരു 3-4 അറ്റൻഡ് ചെയ്തപ്പോൾ തോന്നിയത്. അപ്പം ഞാൻ അതിൽ കൂടുതൽ ചെയ്തു. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ തന്നെ അപ്പം ഇതിനകത്ത് ഇത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഇവിടുത്തെ നമ്പർ വിളിച്ച് ഞാൻ ക്രാഷ് കോഴ്സൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ റാങ്ക് ഫയൽ CTC 2 ഇറക്കിയത്. ഇതിനകത്ത് ഡീറ്റെയിൽഡ് സ്റ്റഡി നോട്ടാണ് നമുക്ക് കാണാം. അതേപോലെ അതിനകത്ത് ഡീറ്റെയിൽഡ് സ്റ്റഡി നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ അതേപോലെ തന്നെ കേരള ബാങ്കിൻ്റെ ക്ലർക്കിൻ്റെ സിലബസ് ഒന്നാണെന്ന് നമ്മൾ വന്നപ്പോൾ തന്നെ അറിഞ്ഞായിരുന്നു. എക്സാം അടുക്കുന്തോറും നമുക്ക് എന്താ എല്ലാവർക്കും ടെൻഷനുണ്ട്. അതേപോലെ തന്നെ ഞാനും ഓർത്ത് ഈ നമ്മുടെ കയ്യിലുള്ള നോട്ട്സൊക്കെ തികയുമോ, അല്ലെങ്കിൽ ഇത്രയാണോ ചോദിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ 2ാമത്തെ സീരീസ് ഇവർ ഇറക്കിയത്. അത് ഞാൻ മേടിച്ചു. അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഓരോ മൊഡ്യൂളിൻ്റെ ഓരോ സിംഗിൾ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കിങ്, ഒറിജിൻ ഓഫ് ദ വേർഡ് ബാങ്ക്, അങ്ങനെ തന്നെയാണ് നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അതിനകത്ത് നമുക്ക് ആ ഒരു ടോപ്പിക്കിൻ്റെ തന്നെ വിശദമായ നോട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് വായിച്ചതിലൂടെ എല്ലാം ഫുള്ള് ഞാൻ വായിച്ചില്ല, എന്നിരുന്നാലും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഒരു ഡിഫിക്കൽട്ടി ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ റാങ്ക് ഫയൽ സീരീസ് 2 എനിക്ക് ഉപകാരപ്പെട്ടെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. അതേപോലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ക്രാഷ് കോഴ്സിന് ഞാൻ ചേർന്നായിരുന്നു ഇവരുടെ ഈ ആദ്യത്തെ ബുക്ക് കിട്ടിയതിന് ശേഷം. അപ്പം ആ ക്രാഷ് കോഴ്സിലും വളരെയധികം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളെന്താ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത്, ഇതിൻ്റെ ഉത്തരം A ആണോ B ആണോ എന്ന് പോകുന്നു. അങ്ങനെയല്ല, ഒരു ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിലോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റ് ആയിക്കോട്ടെ, കുട്ടികളുടെ സംശയം ആയിക്കോട്ടെ, എല്ലാം നമുക്ക് ഒരു പരിഹരിച്ച് തരുന്ന ഒരു ക്രാഷ് കോഴ്സും കൂടിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ പുസ്തകം കിട്ടിയപ്പോൾ തന്നെ പകുതി ആശ്വാസമായെന്ന് വേണമെങ്കിൽ പറയാം. ഈ 2 ബുക്കും കൂടെ വെച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇത് 2ൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് വരാൻ തന്നെ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്.